ഹലോ വ്യൂവേഴ്സ്, അപ്പോൾ ഇത്തവണയും ഞാനൊരു ഫുഡ് സ്പോട്ട് വീഡിയോ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ നാടൻ ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് കാണിക്കാറുള്ളത്. അപ്പോൾ ഇത്തവണ ഒരു അറബിക് ഫുഡിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് സ്റ്റാച്യൂവിൽ അന്നാസ് ആർക്കേഡ് എന്ന് പറയുന്നൊരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ ബാർബിക്യൂ സ്പേസിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു പുതിയ ഫുഡ് സ്പോട്ടൊന്നും അല്ല, വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുമുണ്ട്. അപ്പോൾ അതായത് നമുക്കിപ്പോൾ അറബിക് ഫുഡ്, അതായത് അങ്ങനത്തെ ഇപ്പോൾ ഗ്രിൽഡ് ചിക്കൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ വരുന്നൊരു സ്പോട്ടാണ്. അപ്പൊ ഞങ്ങൾ സാധാരണ വന്നു കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ജമൈക്കൻ ചാർക്കോൾ മന്തിയാണ് കേട്ടോ. അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു സ്പോട്ടിലേക്ക് വരാറുള്ളത്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടറായിട്ട് ഞങ്ങൾ വിങ്സ് കഴിക്കും കേട്ടോ. ചിക്കൻ വിങ്സ് ഉണ്ട്. അതും ഇതുപോലെ നല്ല ഗ്രില്ല് ചെയ്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള വിങ്സ് ആണ്. അപ്പം അത് ഇതുപോലെ മൈനോസിൻ്റെ കൂടെയാണ് വരുന്നത് കേട്ടോ. അപ്പം അതിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ആ ഒരു മൂഡ് നമുക്ക് വരണം കേട്ടോ. അത് കഴിക്കാനുള്ളൊരു മൂടുള്ളപ്പം കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയുന്നത് കേട്ടോ. പിന്നെ ഇതാണ് മന്തി. മന്തിയിൽ നമുക്ക് വേണമെങ്കിൽ ബ്രസ്റ്റ് പീസോ ലെഗ് പീസോ എന്തുവേണോ ചൂസ് ചെയ്യാം. അപ്പം നിങ്ങളിപ്പോൾ ഒരു 2 പേരോ 3 പേരൊക്കെ എനിക്കൊരു ഹാഫ് മന്തിയുടെ ആവശ്യമേ വരത്തുള്ളൂ കേട്ടോ. 2 പീസും ഉണ്ടാവും. ഇഷ്ടംപോലെ റൈസ്, നമുക്ക് അൺലിമിറ്റഡ് ആണ്, എത്ര വേണോ റൈസ് തരും. അതല്ല അൽഫാം മാത്രമായിട്ടാണെങ്കിൽ ഇതുപോലെ കുബൂസ് കോംപ്ലിമെൻ്ററി ആയിട്ട് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ പൊതുവെ ഈ റൈസിൻ്റെ കൂടെ ഒരു തക്കാളി ചട്നി ഉണ്ട് കേട്ടോ. ഈ ചട്നിയും ഈ മയോണൈസും കുറച്ച് വെജിറ്റബിൾസ് ഒക്കെയാണ് അതിൻ്റെ കൂടെ തരുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ സ്റ്റാർട്ടറിൽ ഓർഡർ ചെയ്തായിരുന്നു, കിട്ടാനായിട്ട് കുറച്ച് ലേറ്റായി. ഇത് വന്നിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അതും ഈ പറഞ്ഞ പോലെ പെരി പെരി ആണ്, അതായത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിരുന്നു. അപ്പോൾ അതും ഈ മയനൈസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുന്നത് എന്തുകൊണ്ട് നല്ലതാട്ടോ, ഇല്ലെങ്കിൽ ഇത് ഫുള്ള് നമ്മൾ ഒറ്റയ്ക്ക് കഴിച്ചു പോകും. അപ്പം എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം സിറ്റിക്കകത്തുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നൊരു സ്പോട്ട് ആയിരിക്കാം ഈ ബാർബിക്യൂ സ്പേസിൻ്റെ അന്നാസ് ആർക്കേഡിനകത്തുള്ളൊരു ഫുഡ് സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവരുടെ ഈ ചിക്കനൊക്കെ നല്ല ടെൻഡർ ആയിട്ടുള്ള പീസാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് ടെൻഡർ ആയിട്ടുള്ള പീസാണ്. അപ്പം അതിങ്ങനെ ഈ മയണൈസിൽ മുക്കിയിട്ട് ഈ മന്തിയും കൂട്ടി ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് എന്തായാലും അതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വേറെ മന്തി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി എനിക്ക് ഇവിടുത്തെ മന്തി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ സാധാരണ പറയുന്ന ഒരു ജ്യൂസ് എന്ന് പറയുന്നത് പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ ആണ് കേട്ടോ. ഈ പാഷൻ ഫ്രൂട്ട് മൊജിറ്റോയ്ക്ക് നല്ല ഒറിജിനൽ പാഷൻ ഫ്രൂട്ട് തന്നെ ഇട്ടുണ്ടാക്കുന്ന അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അതും നല്ല ടേസ്റ്റാണ്. മൊജിറ്റോ ഉണ്ട്, സർബത്തും ഉണ്ട്, അങ്ങനെ വെറൈറ്റി ഓഫ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. വാട്ടർമെലൺ, പൈനാപ്പിളിൻ്റെ ഒക്കെ ഫ്രഷ് ജ്യൂസസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ പുതുതായിട്ട് വന്നൊരു ഐറ്റം ആണ് കേട്ടോ. കുനാഫ ചോക്ലേറ്റ്, പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പം ഞങ്ങൾ ഈ ചോക്ലേറ്റിൻ്റെ ചെറിയ പീസസ് ആണ് കേട്ടോ വാങ്ങിയതിന്. 79 റുപ്പീസാണ്. അപ്പോൾ ഇതൊരു ബെൽജിയം ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ അതിൻ്റെ ആ ചോക്ലേറ്റിന്. അതുപോലെ അകത്ത് കുനാഫ ഫില്ലിംഗ് ആയാലും ഒക്കെ ടേസ്റ്റി ആയിരുന്നു. ഈ കുനാഫ ബാർസ് ഒക്കെ പല സൈസിലും ഇവിടെ അവൈലബിൾ ആണ്, പല റേറ്റിലൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ കൊമ്പൂച്ചയുടെ ജ്യൂസസ് ആയാലും പൾപ്പി ജ്യൂസസ് ആയാലും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങളിവിടെ മിസ് ചെയ്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ബീഹൈവിൻ്റെ കേക്ക് ആയിരുന്നു കേട്ടോ. സാധാരണ വന്നിട്ട് ഈ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ ഒരു കേക്ക് വാങ്ങി എല്ലാവരോടും ഷെയർ ചെയ്തൊക്കെ കഴിക്കും. അപ്പോൾ അതിന് പകരം ഇത്തവണ നമ്മൾ ഈ കുനാഫയുടെ ബാറായിരുന്നു കഴിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുത്തെ മെനു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഈ മന്തി അല്ലാതെ തന്നെ നമുക്ക് സ്റ്റാർട്ടേഴ്സിലായാലും അതുപോലെ ഇപ്പോൾ ബീഫിൻ്റെ ഒക്കെ ഐറ്റംസ് ആയാലും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതിൽ വെജിറ്റേറിയൻസ് ആണെങ്കിൽ പനീറിൻ്റെ ഒക്കെ ഐറ്റംസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവരുടെ ഈ ഒരു ഔട്ട്ലെറ്റ് ആനേറയിലും ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അവിടുത്തെ കാലം ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്തത് ഈ ബാർബിക്യൂ സ്പേസിൻ്റെ ഔട്ട്ലെറ്റിലെ ഫുഡായിരുന്നു. അപ്പോൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തവർ വരണം. ഇനിയും പുതിയ ഐറ്റംസ് ഒക്കെ ഇവിടെ വരുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ലൊക്കേഷൻ പറഞ്ഞുതരാം. ട്രിവാൻഡ്രത്ത് നമ്മൾ സ്റ്റാച്യൂ എന്ന് പാളയം പോകുന്ന റോഡിലെ ലെഫ്റ്റ് സൈഡിൽ അന്നാസ് ആർക്കേഡ് ബിൽഡിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ബാർബിക്യൂ സ്പേസിന് ഈ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.